ഹായ് ഗായ്സ്, ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമായ എൻ്റെ സ്വന്തം ലോക്കർ. ഇതിനകത്തിരുന്ന സാധനങ്ങൾ മുഴുവൻ ഞാനിങ്ങനെ കട്ടിൽ വാരി ഇട്ടിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിക്കുക. ഇതാണ് എൻ്റെ വളകളുടെ ശേഖരം. കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഡ്രസ്സിൻ്റെ കളറിൽ കിട്ടുവാണെങ്കിൽ അങ്ങ് എടുത്തിടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം എൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ഇത് രണ്ടും എടുക്കാനായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാം പുരാതന ഐറ്റംസാണ്. ഇതെൻ്റെ ഒരു ഫോണിൻ്റെ ബാക്ക് കവർ എന്തോ ആണ്, എന്തിനോ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം. ഇത് തുറന്ന് കാണിക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കുട്ടികളെയൊക്കെ ആദ്യമായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ വാച്ച് പോലെ ഒരു സാധനം കിട്ടിയാലേ അവരുടെ പേരൊക്കെ എഴുതി അവരുടെ വെയിറ്റും, അതാണിത്. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ വാച്ചാണിത്. ഇത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് അവൻ വരച്ച 2 പടങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ച് അവൻ്റെ വരയിലുണ്ടായ വ്യത്യാസങ്ങളാണ് ഈ പടത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് അവനുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒക്കെ തന്ന എന്തൊക്കെയോ പേപ്പേഴ്സാണ്. പിന്നെ ഡിസ്ചാർജ് ഷീറ്റോ അങ്ങനെ എന്തോ ആണ്. ഇത് എന്തോന്ന് എനിക്ക് ഡിസ്ചാർജ് കാർഡ്. ദെൻ അടുത്തത് അതുപോലെ തന്നെ എന്തോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആണ്. പിന്നെ ഇത് ഞാൻ 99 സ്റ്റോറിൽ നിന്ന് അവന് വാങ്ങിച്ച ഹാൻഡ് ചെയിനാണ്. ഇത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇത് എന്തോ ചിട്ടിയുടെ ഒക്കെ എന്തൊക്കെയോ പേപ്പറും ബുക്കൊക്കെയാണ്. അത് ഞാൻ എടുക്കാറേ ഇല്ല. പിന്നെ ഇത് ഞങ്ങളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പണ്ടെന്തോ കൊണ്ടുവന്ന ഒരു വിൻറ്റേജ് ക്യാമറയാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ഭയങ്കര നിധി പോലെ സൂക്ഷിക്കുന്നതാണ്. ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കുത്തിയാൽ ഒത്തില്ല. ഒന്നും കൂടെ കുത്തി നോക്കാം. ഒത്തില്ല. കണ്ട, സ്റ്റാർ വന്നു. അതുപോലെ ഇതിനകത്ത് വേറൊരു ഷേപ്പാണ്. ദേ നോക്കിക്കേട്ടെ. ഒത്തില്ല. ഇത് തന്നെ ഇങ്ങനെ വിവിധ ഷേപ്പിൽ കുത്തുന്ന സാധനം. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായി വാങ്ങി തന്ന ഫോണാണ്. ഓണാവേല എന്നാലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഇത് നോക്കിയാട്ടെ, എൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ മഞ്ഞ തലയാണ്. ഞാനൊരു കുലസ്ത്രീ ആയതുകൊണ്ട് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അമ്മയും അച്ഛനുമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇപ്പോഴത്തെയും പണ്ടത്തെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ഇത് കമ്മലിടുമ്പോൾ കാതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. പിന്നെ ഇതെന്ത് ക്രിസ്മസ് അപ്പൂപ്പ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എവിടുന്നോ പണ്ടെന്നോ വാരി വെച്ചതാണ്. പിന്നെ ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പഴക്കവും ഏറ്റവും പ്രസിദ്ധവുമായ സാധനം. എൻ്റെ കുറേ പൊട്ടിയ മാല, പിന്നെ കുറേ പന്ന കമ്മലുകൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പെട്ടിക്ക് തന്നെ ഉണ്ട് 20 വർഷം പഴക്കം. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും മറ്റെന്തെങ്കിലും ആണെന്നല്ല. ഇതിനകത്ത് അതൊക്കെ തന്നെയാണ്. ഓരോന്ന് വീതം മാത്രമുള്ള പെയറില്ലാത്ത കമ്മലുകളാണ് ഇതിനകത്ത് മുഴുവൻ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത്ര അധികം കമ്മലുകളാണ് ഞാൻ വെറുതെ വാങ്ങി പൈസ കളഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കമ്മലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വട്ടം എന്തോ ഇട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ പെയറിനെ കൊണ്ടുപോയി തുലച്ചു. പിന്നെ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്, കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് സൂക്ഷിച്ച് വെച്ചു. പിന്നെ ഈ താക്കോല് അത് കളഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ അതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഇതാണ് ഏറ്റവും വെറൈറ്റി ഐറ്റം. ഇതെൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ പല്ലാണ്. അടന്നു പോയപ്പോൾ ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആരെങ്കിലും സൂക്ഷിച്ച് വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ എന്നെ പൊങ്കാലിടാനൊന്നും വരണ്ട, ഞാൻ നന്നാവും തോന്നില്ല.